اللهم علمنا ما ينفعنا وينفعنا بما علمتنا وزدنا علما. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعاء لا يسمع ومن نفس لا تشبع. رب صدري أمري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في كتاب الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فاووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهدي الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. സദഖല്ലാഹുൽ അളീം. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തൻ ഈ അവസരത്തെ നല്ലതായ സ്വാലിഹായ ഒരു അമലാക്കി തീർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഈ അവസരത്തിൽ ചുരുങ്ങിയത് ആദ്യത്തെ 10 ആയത്തെങ്കിലും ബൈഹാർട്ടാക്കി കാണും. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു നിങ്ങൾ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിരിക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല ഹദീസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസ്, മൻ ഹഫിള 10 ആയാതി മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ് ഉസ്മ മിന ദജ്ജാൽ. അതായത് ആരെങ്കിലും സൂറ അൽ കഹ്ഫിൽ നിന്ന് ആദ്യത്തെ 10 ആയത്ത്, വേറൊരു ഹദീസിലെ അവസാനത്തെ 10 ആയത്ത് എന്ന് പറഞ്ഞു. എന്തായാലും ഇതുവരെ നമ്മൾ എടുത്തതനുസരിച്ച് ആദ്യത്തെ 10 ആയത്ത് ആരെങ്കിലും ആ 10 ആയ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ദജ്ജാലിന്റെ, മസീഹ് ദജ്ജാലിന്റെ ആ ഫിത്നയിൽ നിന്ന്, ആ ഉപദ്രവത്തിൽ നിന്ന്, അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് വഴിക്ക് നമ്മളോട് ഉണർത്തിയത്. ഇത് കേട്ടാൽ നമ്മൾ വിചാരിക്കും, ദജ്ജാൽ എന്ന് പറയുന്നത് എൻ്റെ ജനറേഷനോ എൻ്റെ മക്കളുടെ ജനറേഷനോ അത് കഴിഞ്ഞ് മക്കളുടെ ജനറേഷനോ അത് കാണാൻ പോകുന്നില്ല. കാരണം നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ നടക്കാനുണ്ട്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ചുറ്റുപാടുകൾ നമുക്കറിയാം. ദജ്ജാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദജാജല എന്ന് പറയുന്നത് ഒരു ലെയർ, അല്ലെങ്കിൽ നമ്മളുടെ ദീനിന് ആര് എഗെയിൻസ്റ്റായി, അല്ലെങ്കിൽ ഒരു ലെയർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കുറ്റവാളി എന്ന നിലയിൽ നമ്മളെ ദീനിനെ ആരെന്ത് അധിക്ഷേപിക്കുന്നുവോ, അല്ലെങ്കിൽ എന്ത് പരീക്ഷണം നമ്മൾ നേരിടുന്നുവോ, അതെല്ലാം നമുക്ക് ദജ്ജാലിന്റെ ഫിത്നയായിട്ട് എടുക്കാം. ആ നിലയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ചുറ്റുപാടിന്, അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് നമുക്ക് സൂറ അൽ കഹ്ഫ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഞാൻ മുന്നേ ഉണർത്തിയിരുന്നു, അതിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ചെറിയ സംശയമുണ്ടെങ്കിൽ അത് തീർന്നോട്ടെ എന്നുള്ള നിലയിലാണ് ഞാൻ ഉണർത്തിയത്. ദജ്ജാൽ വരണമെന്നില്ല. നമുക്ക് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം ദജ്ജാലുകളും, അല്ലെങ്കിൽ നമ്മുടെ
ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് വഴി നമുക്ക് പലതിലേക്കും വെളിച്ചം നീട്ടിത്തരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ജീവിതത്തിലേക്ക് അത് പകർത്തണം. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ വിവരം കിട്ടിയത്? നമുക്ക് അറിയാം, 1400 1500 വർഷങ്ങൾക്ക് മുന്നേ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയെങ്കിൽ, അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന നമ്മളുടെ എല്ലാ തലമുറക്കും നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് ആദ്യം ആ നോളേജ് കിട്ടണം. നമ്മൾ ആലോചിക്കും, എങ്ങനെയാണ് എൻ്റെ ഒരു 10 തലമുറ ഈ വിവരം എങ്ങനെയാണ് അവർക്ക് കിട്ടുക? എങ്ങനെയാണ് ദീന് എന്ന് പറയുന്നത് പഠിക്കണം, ആ നോളേജ് നമ്മൾ അക്വയർ ചെയ്യണം. എവിടെ പോയിട്ടാണെങ്കിലും നമ്മളുടെ മക്കൾക്ക് ആ നോളേജ് കൊടുക്കണം. അവരവരുടേതായിട്ടുള്ള തലമുറക്ക് മാറി മാറി ആ നോളേജ് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ വിവരം അവർക്കും കിട്ടും. അപ്പോൾ അവര് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഈ ദജ്ജാലിനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്ന, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായി വളരെ ഭയാനകമായ നിലയിലാണ് ദജ്ജാലിന്റെ ആ ഫിത്നയെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരു തരി പോലും ഈമാനുള്ള ആൾക്കാർ പോലും അന്ന് ജീവിച്ചിരിക്കുക, അത്രയും ഒരു ഗുരുതരാവസ്ഥയാണ് ദജ്ജാലിന്റെ. സർവശക്തൻ എല്ലാവരെയും തൊട്ട് കാക്കുമാറായിട്ട്. ഇനി ആ സമയത്ത് ആരെങ്കിലും ഏതെങ്കിലും നമ്മളുടെ ഒരു തലമുറ ജീവിച്ചിരിക്കുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തന്റെ ദീനിനെ മനസ്സിലാക്കി കൊടുത്ത് ഇതെല്ലാം മനസ്സിലാക്കി സൂറ അൽ കഹ്ഫും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി നിങ്ങൾക്ക് ഇതിനുള്ള അവസരം കിട്ടിയില്ല, ബൈഹാർട്ട് ആക്കാനുള്ള അവസരം കിട്ടിയില്ല, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ടാക്കുന്നു, ഒരുപാട് പാട്ടുകൾ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും സമയങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടും ബ്രൗസ് ചെയ്തുകൊണ്ടും ഫിക്ഷൻ നോവൽസ് വായിച്ചുകൊണ്ടും മാഗസിൻസ് വായിച്ചുകൊണ്ടും എന്തെല്ലാം നിലയിൽ നമ്മൾ നമ്മളുടെ സമയം തള്ളി നീക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ സർവശക്തനായ റബ്ബിൻ്റെ മതത്തെ മനസ്സിലാക്കുവാനോ അതനുസരിച്ച് ജീവിക്കാനോ അതിനുവേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുവാനോ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും തയ്യാറല്ല. എന്താണ് അതിൻ്റെ പിന്നിൽ? നമുക്ക് ഈ സൂറ തന്നെ അതിനുള്ള കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടിയ അവസരം ഉപയോഗിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഉള്ള ആ സമയത്തിനുള്ളിൽ അന്ന് എടുത്തിട്ട് ആ 10 ആയത്തോ 5 ആയത്തോ അത് ബൈഹാർട്ടാക്കാൻ നോക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഇൻഷാ അല്ലാഹ് സർവശക്തൻ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം എടുത്തു നിർത്തിയിരുന്നത് 15 ആയത്ത് വരെ നമ്മൾ എടുത്തിരുന്നു. പക്ഷെ അതിൽ ചിലതെല്ലാം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അത് ആയ നമ്പർ 13 നിന്നൊന്ന് എടുത്തിട്ട് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തുകൾ തുടർന്ന് പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ സ്റ്റോറിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് യഥാർത്ഥ രൂപം ഞാൻ വിവരിച്ചു തരാം. ആ യഥാർത്ഥ രൂപം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവര് കുറച്ച് ചെറുപ്പക്കാരായിരുന്നു. ഇതിൽ 2 വാക്ക് ഞാൻ പിറ്റീത് പറഞ്ഞു. ചെറുപ്പക്കാർ എന്ന് പറയുന്ന വാക്കും പിന്നെ കുറച്ച് എന്ന് പറയുന്നത്. കുറച്ച് എന്ന് പറയുന്ന ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഫിത്ന നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗുരുതരാവസ്ഥ ഉള്ള ഒരു മ്യൂട്ടാക്കണേ പ്ലീസ്, നടക്കുമ്പോൾ അത് ഒരു വ്യക്തി മാത്രമായി ഇരിക്കരുത്. ഒരു ഫിത്ന അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ടുള്ള ഒരു യത്നമായിരിക്കണം എന്തിനും. അപ്പൊ കുറച്ച് യുവാക്കൾ എന്ന് പറയുന്ന വാക്കിൽ ശ്രദ്ധിക്കുക. ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ കുറച്ച്
ചെറുപ്പക്കാരായിരുന്നു, കുറച്ച് യുവാക്കളായിരുന്നു. അവർക്ക് സന്മാർഗം ഞാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. വസിദ്നാഹും, ആ വസിദ്നാഹും എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്? ദീന് വർദ്ധിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പല സൂറത്തുകളിലും നമുക്കറിയാം, ഈ സിദ്ന എന്ന് പറയുന്നത് കൂട്ടിക്കൊടുക്കുക എന്ന് പറയും, വർദ്ധിപ്പിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ആ സ്റ്റെപ്പ് എളുപ്പമാക്കി കൊടുക്കുകയും കൂട്ടിക്കൊടുക്കുകയും ചെയ്യും. വല്ലദീന ഇഹ്തദൂ സാദഹും ഹുദൻ വആതാഹും തഖ്വാഹും, ആരെങ്കിലും അള്ളാഹുവിന്റെ ആ ഗൈഡൻസ്, നൂറ് അല്ലെങ്കിൽ ആ സന്മാർഗം ത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ഗൈഡൻസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. ഫഅമ്മല്ലദീന ആമനു ഫസാദഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ, അതായത് ആരെങ്കിലും, അങ്ങനെ നമുക്ക് പല ആയത്തുകളും ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം, അതായത് പല ആയത്തുകളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ഇൽമിന് അല്ലെങ്കിൽ ആ നോളജിന്, ഹുദ, നൂർ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഗൈഡൻസ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതാണ് വസിദ്നാഹും ഹുദ, ഞാൻ അവർക്ക് അവരുടെ സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. അവർ ആ സത്യത്തിന്റെ റബ്ബത്തിന അലാ ഖുലൂബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹാർട്ടിനെ ഉറപ്പിച്ചു നിർത്തി, ദാഢ്യമായി ഉറപ്പിച്ചു നിർത്തി. വറോബത്തിന എന്ന് പറയുമ്പോൾ അതിനെ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയും. വറബത്തിന ദാർഢ്യത്തോട് കൂടിയിട്ട് ഉറപ്പിച്ചു നിർത്തുക. എന്തിനാണ് ഈ ഖൽബിനെ അല്ലെങ്കിൽ ഹാർട്ടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തുന്നത്? നമുക്ക് അറിയാം, എന്തുമാത്രം ശക്തിയുള്ള മനുഷ്യനായി കഴിഞ്ഞാലും, എന്തുമാത്രം പണമുള്ളവനായി കഴിഞ്ഞാലും, പണമുള്ളവന് ആ പണം ചെലവഴിക്കണമെങ്കിൽ അവനക്ക് എന്ത് വേണം? നമ്മൾ പറയാറില്ലേ, കരളുറപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ചങ്കൂറ്റം വേണം. ഇത് എങ്ങനെ വരാം? ഇത് വെറും പൈസ ഉണ്ടായത് കൊണ്ട് വരില്ല, അല്ലെങ്കിൽ ഇത് വെറും ശക്തി ഉണ്ടായത് കൊണ്ട് വരില്ല. ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാനുള്ള മനസ്സ് എന്ന് പറയുന്നത്, ഒരാൾ എന്തെങ്കിലും കാണുമ്പോൾ മറ്റൊരാളെ രക്ഷിക്കാൻ തോന്നണമെങ്കിൽ വളരെ ശക്തിയുള്ള മനുഷ്യനായതുകൊണ്ട് മാത്രം നടക്കില്ല. അദ്ദേഹത്തിന് ആ കരളുറപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ചങ്കൂറ്റം വേണം, അല്ലെങ്കിൽ ആ ഹൃദയത്തിനൊരു ദാർഢ്യത വേണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിച്ചത്. വറബത്തിന അലാ ഖുലൂബിഹിം, അവരുടെ ഹാർട്ടിനെ ഞാൻ ദാർഢ്യമാക്കി അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്തി. ഇദ് ഖാമു ഫഖാലു റബ്ബനാ റബ്ബുസ് സമാവാതി വൽ ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശത്ത. വെറുതെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്ത് അതിനെ ഉറപ്പിച്ചു നിർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ ഈ ചെറുപ്പക്കാർ തങ്ങൾക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് അവരോട് ആ രാജാവ് അവർക്ക് വേണ്ടി, ആ പേഗൻ രാജാവ് അവരുടെ ആ ബിംബങ്ങൾക്ക് കീഴടങ്ങണം, സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ അതിൽ നിന്ന് മാറി നിന്ന്, ഞങ്ങൾക്ക് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച ഞങ്ങളുടെ റബ്ബാണ് എല്ലാ ആരാധനക്കും അർഹൻ, നിങ്ങളല്ല, ഈ ഐഡിൽസ് അല്ല, ഐഡിൽസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ആരാധിക്കുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഐഡൽസിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഞങ്ങൾ തീർച്ചയായും ഒരു അക്രമം ഉള്ളവരായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഹദീസ് അനുസരിച്ചും പല സൂറത്തിന്റെ പല ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സ്റ്റെപ്പ് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് തന്നെ വരും. അല്ലാതെ നമുക്ക് മനസ്സിൽ കരുതുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള വെളിച്ചം കാട്ടിക്കൊടുക്കും. ഈ വ്യക്തി തയ്യാറായി കഴിഞ്ഞാൽ അതിനുള്ള ഓരോ വഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, പല സൂറത്തുകളും അതിനുള്ള വെളിച്ചമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹി യൻസുർക്കും വയസ്ബിത് അഖ്ദാമക്കും. നമുക്കറിയാം, സൂറ മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്,
യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ എന്നെ സഹായിക്കുക. എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സഹായിക്കുകയല്ല, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക. അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ സഹായിക്കും. നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും. ഇത് കണ്ടില്ലേ? അതായത് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ ഞാൻ ഉറപ്പിച്ചു നിർത്തും. നമുക്ക് എന്തിനും ഒരു ധൈര്യം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായേ തീരൂ. അപ്പോ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ ആ മുഴുവൻ സപ്പോർട്ടും അതിനുണ്ടാകും. അതിനുള്ള തെളിവാണ് ഈ സൂറ അൽ കഹഫ്. പ്രത്യേകിച്ച് ഓരോ വരികളും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വരികളാണ്. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. അതായത് തന്റെ റബ്ബിനെ മാത്രം സ്തുതിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഇവർക്ക് വേണമെങ്കിൽ, ഈ ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ, അവർക്ക് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ആ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ രാജാവ് പറയുന്ന കാര്യീകരിക്കാം. അതിനവർ തയ്യാറായില്ല. അവർ അതിനു പകരം തന്നെ, എന്നെയും നിങ്ങളെയും ഈ ആകാശഭൂമികളെയും എല്ലാം സൃഷ്ടിച്ച ഞങ്ങളുടെ റബ്ബിനെ, ഞങ്ങളുടെ അള്ളാഹുവിനെ, എല്ലാറ്റിനും ഏകനായിട്ടുള്ള ഒരുവനുണ്ട്, അവനെ മാത്രമേ വർഷിപ്പിക്കുള്ളൂ, അവനെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതിനാണ് അവരെ വധഭീഷണിയും അവരെ അവിടുന്ന് എല്ലാ നിലക്കും ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു പാഠമാണ്. ഇതൊരു കൂട്ടം ചെറുപ്പക്കാരാണ്. ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു. പല ഗുണങ്ങളും ചെറുപ്പക്കാർക്കുണ്ട്. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു കാര്യം ഒന്നും കൂടെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പല ചെറുപ്പക്കാരും പല വിഷയങ്ങളിലും വളരെ ശോഭിച്ചു കൊണ്ടുവരുന്നു. എങ്ങനെയാണ് ചെറുപ്പക്കാരെന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും, എന്ത് സംരംഭം തുടങ്ങിക്കഴിഞ്ഞാലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളവരാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വളരെ ഉന്നതിയിൽ എത്തിച്ചു കൊടുക്കുന്നു, വളരെ ഫെയിമാക്കുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നല്ലതായിട്ടുള്ള ഒരു ഹദീസ് അനുസരിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ ഉണ്ടെങ്കിൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഫെയിമാക്കും. അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇരട്ടിയായിരിക്കും. ഇപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ വ്യക്തിയുടെയും പ്രായം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചെറുപ്പത്തിൽ ചെയ്യുന്ന കൂലി അല്ല വലുതായ കിട്ടുന്ന കൂലി. ഓരോ ഏജും അതിനനുസരിച്ച് അള്ളാഹുവാണ് കണക്കാക്കുന്നത്, അള്ളാഹു അലം. പക്ഷെ നമുക്കറിയാം, പല ഹദീസ് അനുസരിച്ചും ഓരോ വ്യക്തിയുടെ പ്രായം എന്ന് പറയുന്നത് ആ ഇബാദത്തിന്റെ പ്രതിഫലത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു വ്യക്തി, ആ ചെറുപ്പക്കാർ എന്തുമാത്രം പ്രയത്നിക്കുമോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വളരെ ഫെയിമാക്കി കൊടുക്കും. അപ്പോൾ ഈ ചെറുപ്പക്കാർ എന്ന് പറയുന്ന, ഈ യുവാക്കൾ എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ളവരാണ്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ആ ഒരു സത്യം ആക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടെ ആ ഐഡൽസിന്റെ വർഷിപ്പിൽ നിന്നിട്ട് തൽക്കാലം രക്ഷപ്പെടാം. പക്ഷെ അവരത് ഉദ്ദേശിക്കുന്നില്ല. അതാണ് അള്ളാഹുവിന്റെ കഴിവ്. അള്ളാഹു പറയുന്നു, ഞാൻ അവരുടെ ഹൃദയത്തിനെ അടിയുറപ്പിച്ചു നിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിലായി പിന്നീട് അവരെ വ്യതിചലിപ്പിക്കില്ല. ഒരിക്കലും ഒരു വ്യക്തി അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലായി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മാർഗത്തിലായി കഴിഞ്ഞാൽ അള്ളാഹു അവരെ വ്യതിചലിപ്പിക്കില്ല. കാരണം അതാണ് അള്ളാഹുവിന്റെ കഴിവ്. എന്നാൽ ഈ വ്യക്തിക്ക് ഗൈഡൻസിന് വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലാത്തിടത്തോളം ഈ ഒരുപാട് ഉപദ്രവങ്ങൾ പിശാചിൽ നിന്നും ശൈത്താനിൽ നിന്നും നേരിട്ടുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, പല സമയങ്ങളിലും നമ്മൾ തന്നെ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അതായത് നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ വളരെ കൂളായിട്ട് നല്ല നിലയിൽ ജീവിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളികളിൽ മാത്രം ആൾക്കാർ റോങ് ആയിട്ട് പാർക്ക് ചെയ്യുന്നു, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു? മറ്റുള്ള ചർച്ചുകളിലോ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, വളരെ കൂളായിട്ട് പോകുന്നു. നമുക്ക് തന്നെ ആ ഉത്തരം നമ്മളുടെ മുന്നിൽ തന്നെ ഉണ്ട്. എന്താണ് ശരിക്കും നമ്മളുടെ ദീനിന്റെ ഫണ്ടമെന്റൽ ആ നെടും തൂൺ എന്ന് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ച സമയത്ത് അള്ളാഹും ഇബ്ലീസും തമ്മിലുള്ള ആ ഒരു ബെറ്റ്, അല്ലെങ്കിൽ ആ ഒരു വാശിയേറിയ
ഒരു മത്സരം എന്ന് തന്നെ പറയാം. അതായത് ഓരോ മനുഷ്യനും സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പിശാജ് ഷെയ്ത്താൻ എന്ന് പറയുന്നത് വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കും. ഈ ഷെയ്ത്താൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാർഗം ആര് സ്വീകരിക്കുന്നു അവർക്കേ ഷെയ്ത്താൻ പിടികൂടുള്ളൂ, അവരുടെ അടുത്തേ ഇബ്ലീസ് വരുള്ളൂ. അതായത് അള്ളാഹുവിന്റെ പേര് ആര് ഉച്ചരിച്ചോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് നീങ്ങിയോ അവരുടെ മേലെ മാത്രമേ വരുള്ളൂ. അപ്പോ ഇത് ഒരു നോൺ മുസ്ലിം അല്ലെങ്കിൽ ഒരു മോമിനല്ലാത്ത ഒരു പ്രാക്ടീസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാത്ത കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. നോൺ മുസ്ലിം ആയിക്കോട്ടെ വളരെ നല്ല ഡീസന്റ് ബിഹേവിയർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് പിശാചിന്റെ അല്ലെങ്കിൽ ശൈത്താന്റെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഇപ്പോ നോൺ മുസ്ലിം ചർച്ചുകളിലായിക്കോട്ടെ പാർക്കിംഗ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം ശൈത്താൻ എല്ലാം എവിടെയായിരിക്കും? അത് ഫുള്ള് ബിസി മുസ്ലിംസിന്റെ അടുത്തായിരിക്കും. അപ്പോ ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ മാത്രമേ വേണ്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിന് മാത്രം ശല്യം ഉണ്ടാവില്ല. അപ്പൊ ഇബ്ലീസ് അല്ലെങ്കിൽ പിശാജ് എന്ന് പറയുന്നത് മുസ്ലിമിന്റെ അടുത്ത് മാത്രമാണ്. അപ്പൊ അവർക്ക് വൺസ് അള്ളാഹുവിന്റെ മാർഗത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഇബ്ലീസിന് അല്ലെങ്കിൽ ഷെയ്ത്താന് ആ മാർഗം വിട്ട് അടുത്ത ആളെ അടുത്തേക്ക് പോകും. പിന്നീട് ഡീവിയേറ്റ് ചെയ്യുന്നത് വേറെ പല കാര്യങ്ങളിലായിരിക്കും, ചെറിയ ചെറിയ ഉപദ്രവങ്ങളായിരിക്കില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പല ഭാഗങ്ങൾ വരുമ്പോൾ നോക്കാം. അപ്പോ ഈ ആയത്തില് 13, 14 ആയത്തുകളിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാള് സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യും, ധൈര്യം കൊടുക്കും. പിന്നീട് ഒരു വ്യക്തിക്കോ ആർക്കോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ മാറ്റുവാനോ കഴിയില്ല. ഈ സമയത്ത് ഞാൻ ഒരു ചെറിയ ഹദീസ് നമുക്ക് അറിയാം, പല തവണ ഹദീസ് ഖുദ്സി ഞാൻ പല തവണ ഇവിടെ വായിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ കുറെ ഹദീസുകൾ, വളരെ പ്രധാനപ്പെട്ട ഹദീസ് ഉണ്ട്. അതിനകത്ത് നമുക്കറിയാം ഒരു ലോങ് ഹദീസാണ്, പക്ഷെ അതിന്റെ ലാസ്റ്റ് ഫ്യൂ ലൈൻസ് വമൻ തഖറബ മിന്നി സിറാൻ തഖറബതു മിൻഹു ബഅൻ വമൻ ആതാനി യംശി ആതൈതു ഹർവല. അതായത് ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് ചെറിയൊരു കൈയകലത്തിൽ നടന്നു നീങ്ങുന്ന പാകത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ചെറിയ അകലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അതായത് ഇങ്ങോട്ട് നടന്നു വരുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലും. ആരെങ്കിലും ഒരു വ്യക്തി അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണണ്ട എന്ന് ആഗ്രഹിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആ വ്യക്തിയെ വെറുക്കും. അപ്പോൾ പല ഹദീസുകളും നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്ക് സൂചിപ്പിക്കുന്നത് وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي ويؤمنوا بي ലഅല്ലഹും യർഷദൂൻ. അതായത് എന്നെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നബി അവരോട് പറയുക, ഞാൻ അവരുടെ വളരെ അടുത്തുണ്ട്. നമ്മൾക്ക് അള്ളാഹുവിനെ വിളിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ വളരെ അടുത്തുണ്ട്. ഇപ്പൊ ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്, അള്ളാഹുവുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഞാൻ ആദ്യം ഇത് തുടങ്ങുമ്പോൾ ഓതിയ ആയത്ത് ഹൗലാഇ ഖൗമുൻ തഖദു മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ ഫമൻ അദ്ലമു മൻ ഇഫ്തറ അലല്ലാഹി കദിബ. ഇവർ തങ്ങളുടെ ഈ ജനത ഹൗലാഇ ഖൗമുൻ തഖദു മിൻ ദൂനിഹി ആലിഹ, അവര് പല ആൾക്കാരെയും ആരാധിച്ചിരുന്നു. നമുക്കറിയാം ഈ സൂറ ഇറങ്ങിയതിന് തന്നെ പല കാരണങ്ങളുണ്ട്. ഇത് മക്കി സൂറയാണ്. അപ്പൊ അതുകൊണ്ട് തൗഹീദിനെ, വന്നസ്, അള്ളാഹുവിന്റെ പവറിനെയാണ് കൂടുതൽ ഇതെടുത്തു കാണിക്കുന്നത്. ഹൗലാഇ ഖൗമുൻ തഖദു മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ ഫമൻ അദ്ലമു മൻ ഇഫ്തറ അലല്ലാഹി കദിബ. അതായത് അവർക്ക് എവിടുന്നാണ് ഇവർക്ക് ഈ നുണ, അല്ലെങ്കിൽ ഇതെല്ലാം ഈ ഐഡൽസിനെ വർഷിപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്നുള്ള ഈ നുണ എവിടുന്നാണ് കിട്ടിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ചോദിക്കുകയാണ് ആശ്ചര്യത്തില്, ഫമൻ അദ്ലമു മൻ ഇഫ്തറ അലല്ലാഹി കദിബ.
അവര് എന്തിനാണ് അള്ളാഹുവിന്റെ മേല് ഈ നുണ കെട്ടിച്ചമച്ചിരിക്കുന്നത്? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ അള്ളാഹുവിന്റെ മാർഗം ആര് സ്വീകരിക്കുന്നുവോ, അള്ളാഹുവിനെ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മേലൊരു കള്ളം കെട്ടിച്ചുമക്കുക എന്ന് പറയുന്നത് ഇത് ശൈത്താന്റെ പണിയാണ്. അപ്പോ ഏത് വ്യക്തിയുടെ മനസ്സിലും അള്ളാഹുവുമായിട്ട് ഞാൻ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഉടനെ അള്ളാഹുവിന്റെ നാമത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പിശാച് അല്ലെങ്കിൽ ശൈത്താന്റെ ആ പ്രവൃത്തി എന്ന് പറയുന്നതാണ് ഇതിലേക്കുള്ള വെളിച്ചം. ഫമൻ അല്ലാഹി ആരാണ്, എവിടുന്നാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഐഡൽസിന്റെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് വരുന്നതാണ്, അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്നതല്ല. അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കുക അല്ലെങ്കിൽ ഐഡിൽസ് വർഷിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു വ്യക്തി പറഞ്ഞിട്ടല്ല. ഓരോ കുഞ്ഞിന്റെ മനസ്സിലും അതെത്തുന്നതെന്ന് പറയുന്നത് താനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അവർക്ക് സെൽഫായിട്ട് വരുന്ന ഒരു കാര്യമാണ്, അല്ലാതെ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് വരുന്നതല്ല ഈ ഇത്തരം കാര്യങ്ങൾ. അത് ഈ ശൈത്താന്റെ ഒരു പ്രവൃത്തിയാണ്. അതായത് എന്തായി കഴിഞ്ഞാലും ഇനി ഈ ചെറുപ്പക്കാർ, ഈ യുവാക്കൾ, നമുക്കറിയാം, ഞാൻ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, അവര് ഇറങ്ങി പുറപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ, അവര് രഹസ്യമായിട്ട് തന്റെ ദീന് വന്നസ് ഓഫ് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് രഹസ്യമായി ചെയ്തിരുന്നു. എന്നിട്ട് പിന്നീട് അവർക്ക് വീണ്ടും അവസരങ്ങൾ ആ പാഗൻ രാജാവ് പല അവസരങ്ങളും കൊടുത്തിരുന്നു മാറാൻ. അവര് അതിൽ നിന്ന് മാറുന്നതിന് പകരം വീണ്ടും അവരുടെ ജീവന് ഒരു ഭീഷണിയാണ് എന്ന് കണ്ടപ്പോൾ അവരവിടെ വിട്ടു പോവാൻ തീരുമാനിച്ചു. അതായത് തന്റെ രക്ഷിതാവിനെ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വേണ്ടി ഈ ചെറുപ്പക്കാർ എല്ലാം ത്യജിച്ചുകൊണ്ട് ഈ ഗുഹയിലേക്ക് പോവുകയാണ്. അള്ളാഹുവിന്റെ ആ ഡയറക്ഷൻ അനുസരിച്ച് ആ ഗുഹയിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് അവർക്ക് ഈ ഗുഹയിലേക്ക് പോകാനുള്ള വിവരം കിട്ടിക്കാണുക? അതായത് നമുക്കറിയാം, പല ഉദാഹരണങ്ങളും നമുക്കറിയാം. ഇതൊരിക്കലും ഒരു വഹിയല്ല, ഇത് ഇൽഹാം എന്ന് പറയുന്നത്. അതായത് സെൽഫ് ഫീലിംഗ്. ഇപ്പം നമ്മൾ ദുആ ചെയ്യും, നമുക്ക് പല ഇതിനും കിട്ടിയില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ കിട്ടണം, നമ്മൾ ദുആ ചെയ്യും അള്ളാഹുമായിട്ട്, നമ്മൾ ഇസ്തിഖാറ നമസ്കരിക്കും, പല നിലക്കും നമ്മൾ ദുആ ചെയ്യും, അള്ളാഹുവിനോട് മാർഗം ചോദിക്കും. നമ്മൾക്ക് ഒരിക്കലും അള്ളാഹു നല്ല കാര്യങ്ങൾ തോന്നിപ്പിക്കും വഹിയല്ല, അത് ഇൽഹാം എന്ന് പറയും. നമുക്കറിയാം, മൂസ നബി അലൈഹി സ്വലാമിന്റെ മാതറിന് ഇതുപോലെ വഹൈന ഇലാ ഉമ്മി മൂസ അൻ അദ്രിബിഹി അൻ അർദിഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സൻ ഇന്നാ റാദ്ദൂഹു ഇലൈകി വജഅലൂഹു മിനൽ മുർസലീൻ. അതായത് നമുക്കറിയാം, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മയുടെ അടുത്ത്, മദറിന്റെ അടുത്ത് മൂസാ നബിയെ ആ റിവറിൽ എറിയാനായിട്ട് പറഞ്ഞപ്പോ, അതായത് ആ ഉമ്മാക്ക്, മൂസാ നബിയുടെ മദറിന് ഒരിക്കലും അതൊരു വഹിയല്ല, അതായത് ഫീലിംഗ് ആണ്. മൂസാ നബിയുടെ ഉമ്മാക്ക് കിട്ടിയത് ഒരു ബോധനാണ് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ അവർക്ക് ബോധനം നൽകി, അവന് നീ മുല കൊടുത്തുകൊള്ളുക, ഇനി അവന്റെ കാര്യങ്ങൾ നിനക്ക് ഞാൻ ഭയം തോന്നുകയാണെങ്കിൽ നീ അവനെ നദിയിലൊഴിക്കുക. അപ്പോ ഈ ഫിർഔന് എല്ലാ ബോയ്സിനെയും കൊല്ലും, വധിക്കുമെന്ന് കേട്ടപ്പോ ഇതിന് ഭയം തോന്നിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്ലാൻഡ് ആണ്. ഈ പ്ലാൻ വളരെ രസമാണ്. ആ സ്റ്റോറി നമ്മൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതൊരു ആശ്ചര്യമാണ് ആ സ്റ്റോറി. കാരണം അത് ഈ മൂസാ നബിയുടെ മദറിൽ നിന്ന് പോയിട്ട് ഫിർഔന്റെ വീട്ടിലെത്തിയിട്ട്, എന്നിട്ട് മൂസാ നബിയുടെ മദറിനാണ് അതിന് വീണ്ടും പാല് കൊടുക്കുന്നത്. അത് ആ സാഹചര്യം ഒന്ന് വിലയിരുത്തി നോക്കുക. കാരണം അള്ളാഹു പ്ലാൻ ചെയ്ത്, അള്ളാഹു ഖൈറുൽ മാക്കിൻ, ആരെന്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അള്ളാഹുവിന്റെ പ്ലാനാണ് ഏറ്റവും നല്ല പ്ലാൻ. അപ്പോ ഇത് എങ്ങനെ തിരിഞ്ഞു വളഞ്ഞ് ആ കുട്ടി അവിടെ തന്നെ ഫിർഔന്റെ വീട്ടിൽ തന്നെ വളർത്തപ്പെട്ട്, അപ്പൊ അതെല്ലാം എങ്ങനെ എത്തിയത്, ഞാൻ അതിലെ കൂടുതലായിട്ട് വിവരിച്ചു പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്, അത് ഈ ഇൽഹാമാണ്, അല്ലെങ്കിൽ ആ ഒരു തോന്നലാണ്. നമ്മൾ ഒരിക്കലും മൂസാ നബിയുടെ മദർ ഒരു പ്രോഫറ്റ് അല്ല. ഇപ്പൊ ഇത് കിട്ടുക എപ്പോഴും വഹി കിട്ടുക അത് പ്രോഫറ്റ്സിന്. അപ്പോൾ ഇതുപോലെ ഈ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഈ ചെറുപ്പക്കാർക്ക്, ഈ യുവാക്കൾക്ക്
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ഇൽഹാം ഫീലിംഗ് കൊടുത്തു. അതിലത്തെ ഒരാൾക്കേ കൊടുക്കുള്ളൂ. ഇപ്പോ നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട് പോകുമ്പോൾ, അതുകൊണ്ടാണ് എപ്പോഴും ഒരു ലീഡറെ തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഒരു മൂന്നാളുണ്ടെങ്കിൽ മൂന്നാളിൽ ഒരാൾ ലീഡർ ആയിരിക്കണം എവിടെ പോകുമ്പോഴും. അപ്പൊ അതില് ഒരു വ്യക്തി ഉണ്ടായിരിക്കാം, ഈ ചെറുപ്പക്കാരിലെ ഒരാൾ ഒരു ലീഡർ ആയിരിക്കാം. അവരുടെ മനസ്സിലായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഗുഹയിലേക്ക് പോവാമെന്ന് ഉള്ള തോന്നൽ വന്ന്, അങ്ങനെ അവര് ഗുഹയിലേക്ക് പോവുകയാണ്. യൻശുറു ലക്കും റബ്ബുക്കും റഹ്മതി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ. ആ ഗുഹ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും സുഖമായിട്ടുള്ള, അതായത് വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ, എല്ലാ സൗകര്യങ്ങളും ശരിപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആ ഗുഹ എന്ന് പറയുന്നത് അത്രയും കണ്ടീഷൻഡ് ആക്കിയിട്ട്, നമുക്കറിയാം അടുത്ത ലൈനിലെല്ലാം അതിനെ പ്രൂവ് ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രീ പ്ലാൻഡ് ആണ് എന്ന് പറയുന്ന ഇതാണ്. അതായത് ആ ഗുഹ എത്രയോ സൗകര്യത്തിൽ ജീവിച്ചിരുന്ന ആ യുവാക്കൾ ഈ ഗുഹയിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അള്ളാഹു അവർക്ക് എല്ലാ സുഖങ്ങളും അതിനകത്ത് നൽകുകയാണ്. അതായത് അതിനുള്ള ടെമ്പറേച്ചർ, അതിന്റെ കണ്ടീഷൻസ് എല്ലാതും നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ രക്ഷിക്കാൻ അത് ഏത് നിലക്കാണെങ്കിലും അള്ളാഹു രക്ഷിക്കും. നമുക്കറിയാം കുന്നായാനാറു കൂനു ബർദം സലാമു അലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിയുടെ അടുത്ത് ബി കൂൾ ആൻഡ് സേവിങ്, അല്ലാതെ ജസ്റ്റ് സേവിങ് എന്നല്ല, ബി കൂൾ ആൻഡ് സേവിങ്. അതേപോലെ തന്നെ ആരെ എങ്ങനെ രക്ഷിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് അള്ളാഹുവിന് അറിയാം. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ച് ജീവിച്ചിട്ടുണ്ടോ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വഴി കാണിച്ചു കൊടുക്കും. അതായത് നമ്മൾ അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ എവിടെയെങ്കിലും പെട്ടുകഴിഞ്ഞാൽ അള്ളാഹു അതിൽ നിന്ന് മഖ്റജ, അതായത് ഒരു കുരുക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുടുക്കിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാരണം നമുക്ക് എന്തു വേണം? നമ്മളുടെ കൽബിനെ നമുക്ക് പിടിച്ചു നിർത്തണം. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ വെറും ശക്തിയിലല്ല, അതായത് ഒന്ന് കൺട്രോൾ വേണം, രണ്ട് എനിക്ക് ശക്തി വേണം. ഇതെല്ലാം കൂടെ ഒരു കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇപ്പൊ ഒരു കൂട്ടർ നമ്മളെ വധിക്കാനായിട്ട് കാത്തി നിൽക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് പല ട്രിക്സിൽ കൂടെ ഒന്ന് ശക്തിയിൽ രക്ഷപ്പെടാം. ഈ ശക്തി അപ്ലിക്കബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്കതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മനസ്സിൽ തോന്നിക്കുന്ന ആ ഐഡിയയിൽ കൂടെ ആയിരിക്കാം രക്ഷപ്പെടുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ ഏറ്റെടുക്കുള്ളൂ. ഇൻഷാ അല്ലാഹ്. സോ യൻശുറു ലക്കും മിൻ റഹ്മതി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ. ആ കേവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ നിലക്ക് അതിന്റെ എയർ കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് നിലക്കാണ് അതിന്റെ ഡയറക്ഷൻ, ആ ഗുഹയുടെ ഡയറക്ഷൻ നമുക്കറിയാം. ഇപ്പം അടുത്ത ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഡയറക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. ഈ ഒരു വ്യക്തി അള്ളാഹുവിനറിയാം അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, വർഷങ്ങളോളം താമസിക്കാൻ ഉറങ്ങാൻ പോവുകയാണ് ഇവരിതിനകത്ത്. അപ്പൊ അള്ളാഹു അതിന്റെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്തിട്ടുള്ളത്, എല്ലാ നിലക്കും കൺട്രോൾ ചെയ്തിട്ടുള്ളത്. وترى إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة من ذلك من آيات الله. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഡയറക്ഷനെ കുറിച്ച് പറയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ ആ രശ്മി റേസ് എന്ന് പറയുന്നത് ഒരിക്കലും അത് ഒരു സ്ഥലത്തേക്ക് ഡീപ്പായിട്ട് വരാത്ത നിലക്ക്, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അതിനെ ക്രോസ് ചെയ്ത് പോവാത്ത നിലയ്ക്ക്, അങ്ങനെ ഒരു സിവിയർ ആയിട്ട് ആ സൂര്യൻ റൈസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരിക്കലും സെറ്റ് ചെയ്യുന്ന സമയത്തോ അത്ര ഡീപ്പായിട്ട് സ്ട്രോങ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്യാത്ത നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്തത്. ഒരിക്കലും അത് ഇടത്തോട്ടോ വലത്തോട്ടോ അങ്ങനെ കൂടുതൽ ഡീവിയേറ്റ് ചെയ്ത് പോവാത്ത നിലക്ക് ആ നിലക്കാണ് വഹും ഫീ ഫജ്വത്തിൻ മിൻ സാലിക മിൻ ആയാത്തില്ല. അള്ളാഹുവിന്റെ ആ കഴിവെന്ന് പറയുന്നത് അത്രയും വിശാലമായിട്ടുള്ള നിലക്കാണ് ആ കേവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതാണ് അള്ളാഹുവിന്റെ
ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു എക്സാമ്പിൾ ആണത്. മൻ യഹ്ദില്ലാഹു അൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. അള്ളാഹു ആരെയെങ്കിലും നേർമാർഗത്തിലാക്കുകയാണെങ്കിൽ അള്ളാഹു അവന് നേർമാർഗം കാട്ടിക്കൊടുക്കും. അള്ളാഹു ആരെങ്കിലും ദുർമാർഗത്തിലാക്കുകയാണെങ്കിൽ അവന് നേർവഴി യാതൊരു കാരണവശാലും ഒരാൾക്കും അവന് നേർവഴി കാട്ടാൻ പറ്റില്ല. അപ്പൊ അള്ളാഹു ഒരുത്തന് ഇൽമും അതിന്റെ ഇത് കൊടുക്കുമ്പോൾ നോളേജും അതിന്റെ ഡയറക്ഷനും കൂടെ കൊടുക്കണം. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, $1 എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ $1 കിട്ടിയത് കൊണ്ട് മാത്രം എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ $1 ചെലവഴിക്കുവാനുള്ള അതിന്റെ വഴിയും കൂടെ അള്ളാഹു കാണിച്ചു തരണം. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഒരു ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ആയിരക്കണക്കിന് $1 ഒരു സെക്കൻഡ് കൊണ്ട് പോകും, അല്ലെ? അതേസമയം $1 മാത്രമുള്ള ആളുടെ കയ്യിൽ ആ $1 അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇത് രണ്ടും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഈക്വലാണ്. കാരണം ഈ പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും ഈക്വലാണ്. എന്താ വ്യത്യാസം വന്നത്? പൈസ ഉള്ളവന് അവന് അത് ചെലവായി പോകുന്ന വഴിയും താനെ ഓപ്പൺ ആയി കൊടുത്തു. പൈസ ഇല്ലാത്തവന് ആ ഉള്ള പൈസ യൂട്ടിലൈസ് ചെയ്യാനുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഇത് രണ്ടും കൊടുക്കുന്ന അള്ളാഹുവാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് ഒരു കാര്യം കണ്ടുകൊണ്ട്, ഒരാളുടെ കയ്യിൽ കുറച്ച് പൈസ കണ്ടുകൊണ്ട് നമുക്ക് അദ്ദേഹം ധനവാനാണ് എന്ന് പറഞ്ഞുകൂടാ. ധനവാനായിരിക്കാം, പക്ഷേ ആ ധനത്തിന്റെ കൂടെ അത് ഉപയോഗിക്കാനുള്ള വഴി അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ആ ധനം ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു ഒരുവനെ മൻ യഹ്ദില്ലാഹു അൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. അള്ളാഹു ആരെങ്കിലും നേർമാർഗത്തിലാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് ചെയ്തിരിക്കും. ആരെങ്കിലും നേർമാർഗത്തിൽ അല്ലാതാക്കാനുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും ആർക്കും രക്ഷിക്കാനും കഴിയില്ല. വതഹ്സബുഹും അയ്ഖാദൻ വഹും റുഖൂദ്. നിങ്ങൾ ആരെങ്കിലും അവരെ കണ്ടിരുന്നു തഹ്സബഹും അയ്ഖാദും. അപ്പോൾ ഈ 7 ചെറുപ്പക്കാരും അവരുടെ കൂടെ ആ ഒരു ഡോഗും കൂടെ ആ കൈവിലുണ്ട്. ഞാൻ ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരും, പക്ഷെ ഞാൻ ഈ ലൈൻ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ തഹ്സബഹും അയ്ഖാദും വഹും റുഖൂദ്. ആരെങ്കിലും അവരെ കാണുകയാണെങ്കിൽ അവര് ഉണർന്ന് കിടക്കുന്നവരാണ് എന്നാണ് വിചാരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കണ്ണിനെ അടക്കാതെയാണ് അവരെ ഉറക്കിക്കളഞ്ഞത്. വനുഖല്ലിബുഹും സാത്തിൽ യമീനി വസാത്തിൽ ശിമാലി വകൽബുഹും ബാസിത്തുൻ സിറാഉഹു ബിൽ വസീദ് ലൗ ഇത്തലഅത അലൈഹിം ലവലൈത മിൻഹും ഫിറാറ വലമലഅത മിൻഹും റബ്ബ. അവരിങ്ങനെ ഇടക്കിടക്ക്. അപ്പൊ എന്താണ് ആ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്? അവര് ഉറങ്ങുകയാണ് എന്നാണ് ചിലവർക്ക് കണ്ടാ തോന്നുക. അവര് ഉറങ്ങുകയല്ല, സത്യത്തിൽ അവര് ഉണർന്നിരിക്കുന്നത്. എങ്ങനെയാണ് അത് മനസ്സിലാവുന്നത്? അവരുടെ ആ കണ്ണുകൾ അടയാതെയാണ് കിടക്കുന്നത്. അപ്പോ ആരെങ്കിലും പെട്ടെന്ന്, സാധാരണ ഈ ഗുഹയിലൊക്കെ കയറി പോവുക വളരെ ഭീകരതയില്ല, അല്ലെങ്കിൽ കുറച്ച് റോബറി ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഗുഹയിൽ ഉണ്ടാവുക. അപ്പൊ ആരെങ്കിലും അക്കോർഡിംഗ് ടു ഈ ഹദീസും പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പലവരും അവിടെ വന്നു പോയിരുന്നു. അവരത് കണ്ട് പേടിച്ചു പോയിരിക്കാം. കാരണം ഈ ആൾക്കാർ കുറെ കാലങ്ങളായിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പൊ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കണ്ണും തുറന്ന് കുറച്ച് ആൾക്കാരിങ്ങനെ, കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ ഉറങ്ങുകയാണ്. എന്നാലും ഉറങ്ങുമല്ല, ചെരിഞ്ഞും മറിഞ്ഞും ഇടത്തോട്ടും വലത്തോട്ടും ചെരിച്ചുകൊണ്ടേയിരിക്കും. നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചിട്ട് കൊണ്ടേയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും നുഖല്ലിബുഹും സാത്തിൽ യമീനി വസാത്തിൽ ശിമാലി. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഉറക്കത്തിൽ അറിയാതെ തന്നെ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൈഡ് മാത്രമല്ലാതെ ചെരിച്ചു മറിച്ചും നമ്മൾ ഉറക്കത്തിൽ ചെരിഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള ആ അനുഗ്രഹത്തെ നമ്മൾ ഒരിക്കലും വിലയിരുത്തുന്നില്ല. അത് എന്തിനാണ്? നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ, നമുക്ക് പിറ്റത്തെ ദിവസത്തിൽ ഒരു കുഴപ്പമില്ലാതെ, നമുക്കറിയാം ചില ദിവസം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ഉണ്ടായിരിക്കാം, ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് പറയും അത് കിടുത്തത്തിൽ സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന ഒരു അനുഗ്രഹം. അതുപോലെ ഈ ചെറുപ്പക്കാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും എർത്ത് കൺസ്യൂം ചെയ്യാതെ ഇത്രയും ലോങ് പീരീഡിൽ അവര് കിടക്കുന്നത് കൊണ്ട് അള്ളാഹു അവരെ ഈ പ്ലേസിനെ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് അവരെ കിടന്നുറങ്ങുമ്പോൾ തന്നെ അവരെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടേയിരുന്നു. അപ്പൊ അവരുടെ റേസ്, അതായത് സൺ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നതും അള്ളാഹു കൺട്രോൾ ചെയ്യുന്നു. അതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നു. അവരെ ഉറക്കത്തെ കൺട്രോൾ ചെയ്യുന്നു. അവരെ കണ്ണുകളെ തുറന്നു പിടിക്കുന്നു. എന്നിട്ട് വക്കൽബുഹും വാസിത്തുൻ സിറാഉഹു ബിൽ വസീദ്, അതായത് അവരുടെ ആ ഡോഗ്, ആ നായ
ആ ഗുഹയ്ക്ക് ഒരു പ്രത്യേക നിലക്ക് ഒരു സാധാരണ ഡോഗൊക്കെ അങ്ങനെ ഒരു കാവലായിട്ട് നിൽക്കുന്ന, എസ്പെഷ്യലി ഈ വുൾഫ് എന്ന് പറയുന്നത്, ഈ വുൾഫിന് ഒരു സ്വഭാവമുണ്ട്. അക്കോർഡിംഗ് ടു ദാറ്റ്, ഒരിക്കലും ഈ വുൾഫ് രണ്ട് കണ്ണും ക്ലോസ് ചെയ്ത്, ഈ സെക്യൂരിറ്റിക്കായിട്ടുള്ള ഗൈഡിനായിട്ട് യൂസ് ചെയ്യുന്ന വുൾഫ് രണ്ട് കണ്ണും ഒരേ സമയത്ത് ക്ലോസ് ചെയ്ത് ഉറങ്ങില്ല. ഒരു കണ്ണ് ഓപ്പൺ ആക്കിയിട്ട് അടുത്ത കണ്ണ് ക്ലോസ് ചെയ്യും, എന്നിട്ട് ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യും അറിയാതെ തന്നെ. അപ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷമായിരിക്കും ആ ഗുഹയുടെ അവിടെ. ഒരു ഭയങ്കര സൈസുള്ള ഒരു വുൾഫ് ഇങ്ങനെ കാവൽ നിൽക്കുന്നു, ബാക്കിയുള്ള ഈ ചെറുപ്പക്കാർ അതിനകത്ത് ഉറങ്ങുന്ന പോലെ തന്നെ കണ്ണും തുറന്ന് തിരിഞ്ഞു മറിഞ്ഞ്. അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നിന്ന് പറഞ്ഞു തരുന്ന ആ കാര്യം മാത്രമേ നമുക്ക് എടുക്കേണ്ടുള്ളൂ. പിന്നെ ഇതില് വേറൊരു ഇൻ ബിറ്റ്വീൻ ഒരു ഹദീസ് ഉണ്ട്, ഹസൻ ഹദീസ്. അതായത് ഈ ഡോഗിന്റെ കാര്യത്തിൽ ഉള്ളത്, ഈ ആൾക്കാരുടെ പോലെ തന്നെ ഈ ഡോഗും വളരെ ഫേമസ് ആയി. ഈ ഹദീസിൽ പറയുന്നത്, ദ ബ്ലെസ്സിംഗ് ദേ എൻജോയ്ഡ് എക്സ്റ്റെൻഡഡ് ടു ദെയർ ഡോഗ്, സോ ദ സ്ലീപ്പ് ദാറ്റ് ഓവർടുക്ക് ഹിം ടു. അതായത് ഈ ആൾക്കാരുടെ കൂടെ ഈ ഡോഗ് കൂടിയതുകൊണ്ട് ഈ ഡോഗിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ബ്ലെസ്സിങ്സ് കൊടുത്തു. നമുക്കറിയാം ഈ ഹദീസ് ഖുദ്സി വളരെ ഒതന്റിക് ആയിട്ടുള്ള ഹദീസ് ഖുദ്സി ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തന്നിരുന്നു. അതിനകത്ത് ഈ സുപ്പീരിയോറിറ്റി ഓഫ് ദ കമ്പനി ഓഫ് പയസ് പീപ്പിൾ എന്ന് പറയുന്നത്, ഇറ്റ്സ് എ ലോങ് ഹദീസ്. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ, അതായത് പള്ളിയിലോ ആവട്ടെ എവിടെയാവട്ടെ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാനായിട്ട് ഗ്യാദർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽസ് ഡിസെൻഡ് ചെയ്യും, ഇറങ്ങി വരും. ഇവർ പറയുന്നത് കേൾക്കാനായിട്ട് ഏഞ്ചൽസ് താഴെ ഇറങ്ങി വരും. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സദസ്സാണെങ്കിൽ ഇറങ്ങി വരും. അങ്ങനെ ഒരിക്കൽ ഇറ്റ്സ് എ ലോങ് ഹദീസ്. ഞാൻ അതിൻ്റെ ബിഗിനിങ്ങും അതിൻ്റെ എൻഡും പറയും, അല്ലെങ്കിൽ അത് കുറച്ച് ലോങ് ആണ്. അപ്പോൾ ഈ ഏഞ്ചൽസ് ഇങ്ങനെ ചുറ്റും കൂടിയെന്ന്, അപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ ഈ ഏഞ്ചൽസ് തിരിച്ചു പോകും. അങ്ങനെ ഒരിക്കൽ ഈ ഏഞ്ചൽ എന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന, അള്ളാഹുവെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു, അവർ പല നല്ല നല്ല കാര്യങ്ങൾ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഇതിലൊന്നിലും പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് അള്ളാഹുവിനെ ഫോളോ ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി വന്നിട്ട് വേറെന്തോ കാര്യത്തിന് അവരുമായിട്ട് സംസാരിച്ചിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പോയി എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ വ്യക്തിക്കും ഇവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചതുകൊണ്ട് ആ വ്യക്തിക്കും അവരുടെ ഫുൾ ബെനിഫിറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും അനുഗ്രഹമാണ് ചെയ്തു തരുന്നത്. അതായത് നമ്മൾ ചെലവഴിക്കുന്ന സമയം എവിടെ ചെലവഴിക്കുന്നു, നമുക്കതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ആരുടെ കൂടെ ചെലവഴിക്കുന്നു, അതും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലയിരുത്തുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ആ പോയിന്റിനകത്ത് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അവരെ നീ അവരെ എത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടുന്നതിനായി അവരിൽ നിന്നും നീ പിന്തിരിഞ്ഞു പോകും. അവർ നിമിത്തം നീ നിർഭയനായി തീരുകയും ചെയ്യുമായിരുന്നു. അത് ഇവരെ കുറിച്ച് പറയുന്ന ആരെങ്കിലും ഈ ഉറങ്ങുന്ന ഈ ചെറുപ്പക്കാരെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകുമായിരുന്നു. കാരണം പേടി, കാരണം ഈ ഒരു പ്രത്യേക സീനായിരിക്കാം. കാരണം ഇവർ കുറെ കാലമായിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങാണ്. 7 ചെറുപ്പക്കാരുണ്ട്, അവരുടെ കൂടെ ഒരു ഡോഗും ഉണ്ട്. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉദ്ദേശിക്കുന്നത്. വകദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും ഖാല ഖായിലും മിൻഹും കം ലബിസ്തും ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. അങ്ങനെ അപ്രകാരം അവരങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ കദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും ഖാല ഖായിലും മിൻഹും കം ലബിസ്തും ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. അവർ അന്യോന്യം ചോദ്യം നടത്തുവാനായി ഞാൻ അവരെ ഉണർത്തുവാണ് ഉറക്കത്തിൽ. യതസാഅലു ബൈനഹും ഖാല ഖായിലും മിൻഹും കം ലബിസ്തും. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഇതിന്റെ മുന്നേയും ഒരുപാട് അവസരത്തിൽ പറഞ്ഞ ഉറക്കം എന്ന് പറയുന്നത് ഒരു മരണത്തിന്റെ ഒരു ചെറിയ ബ്രദറാണ്. നമ്മൾ ഉറക്കത്തെ വളരെ സീരിയസ് ആയിട്ടായിരിക്കണം എടുക്കണം. ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഇതിനെ സ്പെൻഡ് ചെയ്യാം. നമുക്ക് അള്ളാഹു ചെയ്തു തരുന്ന ഒരു അനുഗ്രഹമാണ് ഉറക്കം. അതേസമയം അക്കോർഡിംഗ് ടു ഹദീസ് നല്ല മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ വിൽ ഡൈ വൈൽ ദേ ആർ ഇൻ സ്ലീപ്പ്. അപ്പോൾ ഉറക്കത്തിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കവും മരണവും തമ്മിലുള്ളത്, ഉറക്കം എന്ന് പറയുന്നത് ഈ
ആണ് അല്ലെങ്കിൽ ഒരു മരണത്തിന്റെ ഒരു ബ്രദറാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ പ്രോസസ്സാണ്. റൂഹിനെ അള്ളാഹു എടുക്കുന്നു, തിരിച്ചു തരുന്നു. അത് തിരിച്ചു തന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് മരണമായി മാറി. അപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യം. എന്തിനാണ് ഞാൻ അത് പറയുന്നത്? ഒരിക്കലും നമ്മൾ നേരെ ബെഡിലേക്ക് ഓടിപ്പോയി കിടക്കരുത്. നമ്മൾ ഉറപ്പിക്കുക നാളെ കാലത്ത് നമ്മൾ എഴുന്നേൽക്കില്ല എന്നുള്ള ഉറപ്പിൽ കഴിയുന്നതും ഒന്നു കൊടുക്കുക. അപ്പം നമ്മൾ ആ കിടന്ന ഉറക്കത്തിൽ നമ്മ 8 മണിക്കൂർ ഉറങ്ങുക, 8 മണിക്കൂർ നമ്മൾ ഇബാദത്തിലുള്ളതായിട്ട് ആഡ് ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതല്ല നമ്മൾ നേരെ എന്തെങ്കിലും എൻജോയ്മെന്റ് കഴിഞ്ഞ് ഇത് പാട്ടോ എന്തെങ്കിലും ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, the way you die, the way you resurrect. അപ്പൊ നമ്മൾ the way you live, that's the way you die and that's the way you gonna resurrect. അപ്പോൾ വളരെ കെയർഫുൾ ആവുക. നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് നിസ്സാരാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ചേഞ്ച് വരുത്തണമെങ്കിൽ, അവരെ കൽബ് ആ ഹാർട്ടിനെ എടുത്ത് തിരിച്ചു കൊടുന്ന് തരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു റൂഹിനെ എടുത്ത് തിരിച്ചു തരുമ്പോൾ അള്ളാഹുവിന് അത് എങ്ങനെ വേണമെങ്കിലും ഫ്ലിപ്പ് ചെയ്യാം. അദ്ദേഹത്തെ നന്നാക്കാം, ഏത് നിലക്കാക്കാം. അപ്പൊ ഒരിക്കലും ആ ഉറക്കം എന്ന് പറയുന്നത് ഒരു ഡേ ആണ്. ശരിക്കും ഞാൻ മുന്നേ പറഞ്ഞിരുന്ന ഒരുപാട് ഹദീസ്, ഓരോ ദിവസവും ഒരു പുതിയ ദിനമാണ്. അല്ലാതെ നമ്മൾ ഇന്നലെ ഉള്ള ആളല്ല നാളെ, അത് ഒരിക്കലും അല്ല. ആ ചേഞ്ച് നമ്മളെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തിനും നമ്മൾ ഒരു കലണ്ടർ ഇടും. പുതിയ ന്യൂ ഡേ, എവറി ഡേ ഇസ് എ ന്യൂ ഡേ. അപ്പോൾ ഇന്നലെ വരെയുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉറങ്ങാൻ പോകുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട്, ആരായിട്ടെങ്കിലും വല്ല ഹേറ്റഡ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് വിളിച്ച് സംസാരിച്ച് ആ വെറുപ്പില്ലാതാക്കുക, മനസ്സ് കൂൾ ഡൗൺ ചെയ്യുക. കാരണം നമ്മൾ പിറ്റത്തെ ദിവസം എഴുന്നേൽക്കുമ്പോഴും ആ ഒരു മനസ്സ് വെച്ചിട്ടാണെങ്കിൽ ഒരിക്കലും അതൊരു നെവർ എൻഡിങ് ആണ്. അപ്പൊ അതാത് ദിവസത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മളെ മനസ്സ് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഇവിടെ വകദാലിക ബഅത്നാഹും യതസാഅലു ബൈനഹും ഖാല ഖായിലും മിൻഹും കം ലബിസ്തും ഖാലു ലബിസ്നായും. അപ്പോൾ ഈ സ്റ്റോറിക്ക് തന്നെ 2-3 വേർഷൻ ഉണ്ട്. നമുക്ക് എടുക്കാവുന്ന, നമ്മൾ ഖുർആൻ പറയുന്ന വാക്ക് എടുക്കണ്ട, നമ്മൾ അപ്പുറം നോക്കണ്ട, നമുക്ക് പലതും കേൾക്കാം. ഇപ്പോ ഒരു സ്റ്റോറിയിൽ ഈ ചെറുപ്പക്കാര് ഇതിനകത്ത് ഈ കെവിനകത്തേക്ക് പോയപ്പോ രാജാവിന്റെ സൈന്യം കൂടി വന്നിട്ട് ഈ ഈ ചെറുപ്പക്കാരെ ഇതിനകത്ത് വെച്ച് അടച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവരിതിനകത്ത് കിടന്ന് മരിക്കട്ടെ എന്നുള്ള നിലക്ക് അടച്ചു കളഞ്ഞു. പക്ഷെ ഒരിക്കലും അത് ഖുർആൻ അങ്ങനെ പറയുന്നില്ല. കാരണം ഖുർആൻ പറയുന്ന ഈ ഗുഹാമുഖം തുറന്നു തന്നെ നിൽക്കുന്ന, അതുകൊണ്ട് സൂര്യന്റെ റേസും എല്ലാം ഇതിനകത്ത് കടക്കുന്നു എന്നുള്ളതാണ് നമുക്കുള്ള തെളിവ്. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാർ ഉണർന്നു എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ക്രിസ്ത്യൻ ബുക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ 7 സ്ലീപ്പേഴ്സിന്റെ ക്രിസ്ത്യാനിക് വേർഷൻ അനുസരിച്ച് ഒരു ആള് ശരിക്കും അതിന്റെ എന്തിനോ വേണ്ടി കേവിന്റെ അടുത്ത് വന്നിട്ട് എന്തോ ആവശ്യത്തിനായിട്ട് ആ കേവിന്റെ ഒരു വാള് കണ്ടിരുന്നത് ഹിറ്റ് ചെയ്തിട്ട് അത് അടിച്ച് പൊട്ടിച്ചു. അങ്ങനെ ആ ശബ്ദം കേട്ടിട്ടാണ് ഇവർ ഉണർന്നു എന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് ഖുർആനാണ് അതിൻ്റെതായ സത്യം. അള്ളാഹുവിന് ഒരാളുടെ ജീവൻ എടുക്കാനും ഉറക്കുവാനും തിരിച്ചുണർത്താനും അള്ളാഹുവിനുള്ള കഴിയും. വകദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും ഖാല ഖായിലും മിൻഹും കം ലബിസ്തും ഖാലു ലബിസ്നാ യൗമൻ ബഅദ യൗം. അപ്രകാരം അവർ അന്യോന്യം ചോദ്യം നടത്തുവാനായി ഞാൻ അവരെ എഴുന്നേൽപ്പിച്ചു. കം ലബിസ്തും. അപ്പൊ അതിൽ ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ എത്ര നാളാണ് നമ്മൾ ഉറങ്ങിയത്? നിങ്ങൾ എത്ര നാളായി ഇതിനകത്ത് കഴിച്ചു കൂട്ടിയത്? ഖാലു ലബിസ്നാ യൗമൻ ബഅദ യൗം. അപ്പൊ ഒരാൾ പറഞ്ഞു, നമ്മൾ ഇന്ന് കാലത്ത് വന്നിട്ട് കുറച്ച് സമയമേ ഉറങ്ങിയിട്ടുള്ളൂ, അല്പം ഭാഗമേ ഉറങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗമേ ഉറങ്ങിയിട്ടുള്ളൂ. ഖാലു റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും. അത് എണ്ണം തിട്ടപ്പെടുത്തി അറിയാൻ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ കഴിഞ്ഞുകൂടിയതിനെ പറ്റി അള്ളാഹു സർവശക്തനായ റബ്ബിന് മാത്രമേ അതിനെ കറക്റ്റ് ആയിട്ടുള്ള നമ്പർ അറിയുള്ളൂ. ഫബഅസു അഹദക്കും ബിവരിക്കും ഹാദിഹി ഇലൽ മദീനത്തി ഫലിയൻദുറു അയ്ഹാ അസ്ഖാ തുആമ ഫലിയഅതികും ബിറിസ്കിൻ മിൻഹു വലിയതലത്തഫ് വലാ യശ്റഅന ബിക്കും അഹദ. എന്നാൽ ഈ നമുക്കിപ്പോ അതൊന്നല്ല വിഷയം. നമ്മൾ എത്ര നാൾ ഉറങ്ങി ഒരിക്കലും അവർ ഗസ് ചെയ്തിട്ടില്ല. ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ അവർ ഗസ് ചെയ്തിട്ടില്ല. അവരാകെ ഗസ് ചെയ്തത് ഒന്നുകിൽ കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ദിവസം, അത്രേ അവർക്ക് ചിന്തിക്കാനായിട്ടുള്ളൂ. കാരണം ഒരിക്കലും 307 വർഷം അല്ലെങ്കിൽ 309 വർഷം എന്ന് പറയുന്നത് ഒരിക്കലും
അവർക്ക് ഗസ് ചെയ്യാവുന്ന ഒരു നമ്പർ അല്ല. ഖാലു റബ്ബുക്കും ആലം, ശരിക്കുള്ള നമ്പർ തന്റെ രക്ഷിതാവിന് അറിയാം. ഫബഅസു അഹദക്കും ബിവരിക്കും ഹാദിഹി ഇലൽ മദീനത്തി ഫലിയൻദുർ അയ്ഹാസ് ഖാതുആമ ഫലിയഅതികും ബിരിസ്കിൻ മിൻഹു വല തലഫത വല അശ്റന ബിക്കും അഹദ. അതുകൊണ്ട് നമുക്ക് വിശപ്പുണ്ട്, നമുക്ക് പോയിട്ട് എന്തെങ്കിലും അസ്കാ തുആമ, ഈ സെന്റൻസ് ഞാൻ കഴിഞ്ഞതിൽ വന്നിരുന്നു. അസ്കാ തുആമ, എന്തെങ്കിലും പോയിട്ട് ഒരു നല്ലതായിട്ടുള്ള പ്യുവറായിട്ടുള്ള നല്ല ഭക്ഷണ സാധനം നല്ലത് പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരും. വലിയ തലത്തഫ് എന്ന് പറയുമ്പോൾ ബി ഡിസ്ക്രീറ്റ്, അല്ലെങ്കിൽ വളരെ കെയർഫുൾ ആവുക, കാരണം പുറത്ത് വരെ പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പിടുത്തം കൊടുക്കല്ലേ, വളരെ ശ്രദ്ധിച്ച് പോയിട്ട് നല്ല ഭക്ഷണം വാങ്ങിക്കാം. അസ്ഖാത്ത് ആമ, ഈ അസ്ഖാത്ത് ആമ ഇത്രയും നാള് ഇവർക്ക് ഇതിനകത്ത് അടഞ്ഞിട്ട് വളരെ വിശപ്പുണ്ട്, എന്തെങ്കിലും ഭക്ഷണം പോയി വാങ്ങിക്കൂ എന്ന് അവർ പറയുന്നില്ല. ഒരിക്കലും അസ്ഖാത്ത് ആമ നല്ലതായിട്ടുള്ള ഭക്ഷണം വാങ്ങിക്കാനാണ് ലീഡർ മറ്റവരോട് പോയി പറയുന്നത്. എന്തുകൊണ്ടാണ്? അതായത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നതും നമ്മളുടെ ദ്വാരം തമ്മിൽ വളരെ റിലേറ്റഡ് ആണ്. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതവും അള്ളാഹുമായിട്ടുള്ള റിലേഷനും വളരെ റിലേറ്റഡ് ആണ്. നമ്മൾ കഴിക്കുന്നത് ഹലാലല്ല, നല്ലതല്ലെങ്കിൽ അള്ളാഹുമായിട്ടുള്ള റിലേഷൻ ഒരിക്കലും നല്ലതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മിക്കുകയാണ്, അല്ലയോ നിങ്ങൾക്ക് ഹലാലായി തന്നിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക, ഒരിക്കലും നിങ്ങൾ പിശാചിന്റെ പിടിയിലാകപ്പെടരുത്. അപ്പോൾ ഇവിടെ അസ്ഖാത്ത് ആമ, നല്ലതായിട്ടുള്ള ഭക്ഷണം നമ്മളുടെ ദുആക്കും, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ദുആ ആൻസർ ചെയ്യാത്ത നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഒരു ദുആ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഈമാനുള്ള വിശ്വാസി ആ ദുആനെ ശരിക്ക് റിസർച്ച് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഒരു ദുആ ചെയ്തിരുന്നു, എന്തുകൊണ്ട് അത് അള്ളാഹു സ്വീകരിച്ചില്ല? അല്ലാതെ ഞാൻ ആ ദുആ ലീവ് ചെയ്യല്ല, കുറെ അള്ളാഹു അതെന്താണാവും കേട്ടില്ല, അങ്ങനെയല്ല. എന്തുകൊണ്ട് എന്റെ ദുആ സ്വീകരിക്കുന്നില്ല എന്ന് ഞാൻ സ്വയം ആലോചിക്കണം. അപ്പോൾ എനിക്ക് തന്നെ അതിനുള്ള ഉത്തരം കിട്ടും. ഞാൻ കഴിക്കുന്നത് ശരിയാണോ? അല്ല. ഞാൻ ഉണ്ടാക്കുന്ന ധനം ശരിയാണോ? അല്ല. ഞാൻ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ദീൻ എന്ന് പറയുന്നത് പല സമയത്ത് പലതരം ദീനാണോ? എൻ്റെ വർക്കിലൊരു ദീൻ, എൻ്റെ വീട്ടിലൊരു ദീൻ, എൻ്റെ പുറത്തൊരു ദീൻ, അല്ലെങ്കിൽ എൻ്റെ അകത്തൊരു ദീൻ. ആ നിലക്കാണെങ്കിൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കില്ല. കാരണം അള്ളാഹു ആണ് നമ്മളുടെ ഇൻസൈഡ് കൺട്രോൾ ചെയ്യുന്ന ആള്. അള്ളാഹുവിന് അതിനുള്ള ഇൻസൈറ്റ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് വിചാരിക്കുന്നു അള്ളാഹുവിനെ അറിയാം. അപ്പൊ അതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന ഹലാലായിട്ടുള്ള ധനവും ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് അത് ഹലാലായിട്ടുള്ള വഴിയാണോ ഹറാമായിട്ടുള്ള വഴിയാണോ, അത് വെച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ആ ദുആ ഉത്തരം നൽകുന്നത്. എന്തുമാത്രം അള്ളാഹുമായിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ടാണ് ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം സിൻസിയർ ആണ്, അതനുസരിച്ചാണ് അള്ളാഹു സ്വീകരിക്കുക. പിന്നെ ഈ ആയത്തിൽ വലിയ തലത്തഫ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് ബി ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ ബി കെയർഫുൾ. ഈ വാക്കാണ് ഈ പരിശുദ്ധ ഖുർആനിലെ മിഡിൽ ആയിട്ടുള്ള വാക്ക്. ഈ ഖുർആനിന്റെ ആ വേർഡ് എന്ന് പറയുന്നത് ദാറ്റ്സ് ദ മിഡിൽ ഓഫ് ദ ഖുർആൻ. അപ്പോൾ ഈ സൂറ അൽ കാഫ് ഇസ് ദ മിഡിൽ. ഈ വാക്കാണ് അതിലത്തെ കറക്റ്റ് സെന്റർ. വലാ യുശ്റന ബിക്കും അഹദ, നിങ്ങളെ പറ്റി ഒരാളെയും അറിയാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ലീഡർ അവരെ പറഞ്ഞു വിടുകയാണ്. ഇന്നഹും യദ്ഹറു അലൈക്കും യർജുമുക്കും ഔ യുഈദുക്കും ഫി മില്ലത്തിഹിം വലം തഫ്ലിഹു ഇദൻ അബദ. നിശ്ചയമായും നിങ്ങളെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ അവർക്കുള്ള പേടി എന്താ? ഇതെല്ലാം ആയിട്ടും അവർക്കുള്ള പേടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നഹും യദ്ഹറു അലൈക്കും യർജുമുക്കും ഔ യുഈദുക്കും ഫി മില്ലത്തിഹിം വലം തഫ്ലിഹു ഇദൻ അബദ. നിങ്ങളെ ആരെങ്കിലും കണ്ടുമുട്ടി കഴിഞ്ഞാൽ അവർ നിങ്ങളെ എറിഞ്ഞുകൊല്ലും, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് നിങ്ങളെ അവരുടെ മതത്തിലേക്ക് ആക്കി തീർക്കും. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സക്സസ്ഫുൾ ആവില്ല. ഈ ലീഡർ മറ്റവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരിക്കലും നിങ്ങൾ പിടുത്തം കൊടുക്കല്ലേ, വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് നടക്കുക. നിങ്ങൾ പിടുത്തം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത ആ കുറച്ച് പോയിന്റ്സ് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഈ അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒതന്റിക് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ഹദീസിൽ ബദഅൽ ഇസ്ലാമു ഗുറബ വസയഊദു ഗുറബ കമാ ബദഅ ഫതൂബ ലഗുറബ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒതന്റിക് ഹദീസ് അനുസരിച്ച് പറയാണ്, ഇസ്ലാം എന്ന് പറയുന്നത് ഇറ്റ്സ് ബിഗാൻ വിത്ത് സംതിങ് സ്ട്രേഞ്ച്. ഖുറബ മീൻസ് സ്ട്രേഞ്ച്, സംതിങ് സ്ട്രേഞ്ച്, ആൻഡ് ഇറ്റ് വിൽ റിട്ടേൺ സ്ട്രേഞ്ച്. ഓക്കെ, ആൻഡ്
as it is began, so glad tidings for the strangers. So give glad tidings to the strangers. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ഹദീസാണ്. ബദ അൽ ഇസ്ലാമു ഗുറബ. ഓക്കെ, ബദ അൽ ഇസ്ലാമു ഗുറബ വസയഊദു ഗുറബ കമാ ബദഅ ഫതൂബ ലിൽ ഗുറബ. അതായത് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിനായിട്ട് ഈ ഹദീസിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിന്റെ മതം വളരെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നും നമുക്കൊരു ചോദ്യചിഹ്നമാണ്. വളരെ സ്ട്രെയിഞ്ച് ആയിട്ടാണ് ഈ ഹദീസ് അനുസരിച്ച്, വളരെ സ്ട്രെയിഞ്ചിലാണ് ഇസ്ലാം സ്റ്റാർട്ട് ചെയ്തത്. അന്ന് അറബികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. തൻ്റെ ആ ഐഡൽ വർഷിപ്പിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോരാൻ ആർക്കും പറ്റിയിരുന്നു. അപ്പൊ അതൊരു സ്ട്രെയിഞ്ച് ആയിരുന്നു. ഇന്ന് നോക്ക്, ഇന്ന് നമുക്കൊരു സ്ട്രെയിഞ്ച് അല്ലേ? നമ്മളിൽ എത്ര പേരാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാനോ അതിനെക്കുറിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ എത്ര പേരാണ് ഇതിനായിട്ട് മെനക്കെടുന്നത്? ഒന്നുമില്ല. നമ്മൾ ആരും അതിനായിട്ട് ശ്രമിക്കുന്നില്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആണ്. ഇന്നെല്ലാവർക്കും സ്ട്രെയിഞ്ച് ആണ്. ഹദീസ് എന്താണ്? അത് സ്ട്രെയിഞ്ച് ആണ്. ഓരോ ബുക്കും നമുക്ക് സ്ട്രെയിഞ്ച് ആണ്. ഓരോ കാര്യങ്ങളും നമുക്ക് സ്ട്രെയിഞ്ച് ആണ്. അപ്പോ ഇന്നും സ്ട്രെയിഞ്ച് ആണ്. ഇനി ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കാം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറണം. നമുക്കറിയാം, ഇതൊരു ഈസി കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിയായിട്ട് മതം അനുസരിച്ച് ജീവിച്ചു പോവുക എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നും പരീക്ഷണങ്ങൾ മാത്രമാണ് നിലനിന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം, കണ്ണ് തുറന്നു കഴിഞ്ഞാൽ, നമ്മളെ മീഡിയ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും കേൾക്കുന്നത് എന്താ? അതായത് ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ നമ്മളുടെ മതമാണത്. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളുടെ മതമാണ്. നമുക്ക് ഒരിക്കലും അത് വിട്ടുപോകാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദിവസങ്ങൾ അടുക്കും തോറും നമുക്ക് നമ്മളുടെ ദീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ബേണിംഗ് കോൾ. ഒരു ബേണിംഗ് കോൾ നമ്മൾ ചാർക്കോൾ കയ്യിൽ പിടിച്ചാൽ പെട്ടെന്ന് നമ്മൾ അറിയാതെ അത് കത്തുമ്പോഴും കത്താതിരിക്കുമ്പോഴും അതിന്റെ കളറ് ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോ നമ്മളത് കെട്ട് എന്ന് വെച്ച് കൈകൊണ്ട് പിടിച്ച് പെട്ടെന്ന് അത് നമ്മളെ കൈ പൊള്ളിക്കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ ദൂരെ എറിയും. അതുപോലെ ആയിരിക്കും നമ്മളുടെ ദീൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ കയ്യിൽ അത് എടുത്തു പിടിച്ച് നമ്മൾക്ക് പൊള്ളുന്നെങ്കിൽ നമ്മൾ ദൂരെ എറിയാൻ നോക്കൂ. ഇല്ല, നമ്മളെ ദീൻ എന്ന് പറയുന്നത് ആരാണ് നമ്മളത് മുറുകെ പിടിക്കുക? നമുക്കൊരു ഭീഷണി വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ദീന് വിട്ട് മാറാൻ നോക്കും. നമ്മളുടെ രൂപം മാറ്റാൻ നോക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമസ്കരിക്കാതിരിക്കാൻ നോക്കും. അല്ലെങ്കിൽ നമ്മളെല്ലാം മാറ്റാൻ നോക്കും, ഹൈഡ് ചെയ്യാൻ നോക്കും. അതാണ് എക്സാക്ട്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്താണ് ഇതിനുള്ള മാർഗങ്ങൾ, എന്ത് ചെയ്യണം, അള്ളാഹുമായിട്ട് അടുക്കുക. ഇവര് ഈ സൂറ അൽ കഹ്ഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ചെറുപ്പക്കാർ ഒരുപറ്റം ചെറുപ്പക്കാർ മാത്രമാണ്. പക്ഷെ നമ്മളുടെ സ്ഥിതി അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ നമുക്കൊരു പള്ളിയുണ്ട്, നമുക്ക് ജനങ്ങളുണ്ട്, നമ്മളുടെ മതം അംഗീകരിക്കുന്നവരുണ്ട്, പലരും ഉണ്ട്. പക്ഷെ അന്ന് ഈ 7 ചെറുപ്പക്കാരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അവർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. കിങ് എഗെയിൻസ്റ്റ് ആണ്, എല്ലാവരും എഗെയിൻസ്റ്റ് ആണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിക്കാൻ നോക്കി. അപ്പൊ നമ്മുടെ മതം എന്ന് പറയുന്നത് നമ്മൾ പ്രിസർവ് ചെയ്യുക. എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും, അത് ഏത് നിലക്കായി കഴിഞ്ഞാലും അത് ഉയർത്തിപ്പിടിക്കുവാനും അതിനുള്ള കഴിവും വേണം. ഇനി നമുക്ക് അറിയാം, വളരെ അടുത്ത ദിവസമാണ്, എനിക്കിപ്പോ ഓർമ്മ വന്നുകൊണ്ട് പറയാം, അടുത്ത ദിവസമാണ് ഹലോവിൻ എന്ന് വരുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരിക്കൽ സംസാരിച്ചിരുന്നു. ഞാൻ ജസ്റ്റ് റിമൈൻഡ് ചെയ്യുകയാണ്. അടുത്ത ദിവസമാണ് ഈ ഹലോവിൻ വരുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ഒരുത്തൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ശിർക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം അള്ളാഹു പുറത്തു തരും. ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് തരില്ല. അത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ശിർക്ക് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് തരില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അദീമ. തന്നോട് അള്ളാഹുവിനോട് പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും അള്ളാഹു അതിന് പുറത്തു തരില്ല. അതല്ലാത്ത എന്തും അള്ളാഹു സുബ്ഹാനഹു വ തആല, ഞാനിപ്പോ സമയമില്ല, ഒരുപാട് ഹദീസ് വഴിക്കും ഒരുപാട് ആയത്ത് വഴിക്കും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരു മലയോളം തെറ്റുമായിട്ട് എൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം. പക്ഷേ
ശിർക്കൊഴിച്ച്. അപ്പൊ ഈ ഹലോവിൻ എന്ന് പറയുന്നത് എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാലും അത് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് പറയാം. അത് ഓഫ് സംഹൈൻ എന്ന് പറയുന്ന അത് ഇവരുടെ ഈ ഡെവിൾസിന്റെ ഈ പാഗൻ ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ നീങ്ങി പോകുന്ന ദിവസങ്ങളും. അപ്പോൾ ഇവരുടെ ഈ പാഗൻ ഫെസ്റ്റിവലിന്റെ ന്യൂ ഇയറിന്റെ തുടക്കമാണ് ഈ ഹാലോവിൻ എന്ന് പറയുന്നത്. അത് ഈ സണ്ണിന്റെ ഗോഡും അല്ലെങ്കിൽ പിന്നെ ലോർഡ് ഓഫ് ഈ മരിച്ചുപോയ ആൾക്കാരുടെ ഡെഡിന്റെ ഗോഡും അതിനൊക്കെയാണ്. അപ്പൊ അവർ ബിലീവ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ദിവസത്തില് എല്ലാ മരിച്ചുപോയിട്ടുള്ള അതായത് പൈശാചികമായിട്ട് മരിച്ചിട്ടുള്ള കൊന്നു കുഴിച്ചു മൂടിയിരുന്നു. ഇവര് കുറെ വർഷിപ്പിനായിട്ട് ഈ ഐഡിൽസിന് വർഷിപ്പ് ഈ ഗോഡ് ഉണ്ടല്ലോ, വിന്റർ ഗോഡ്, സമ്മർ ഗോഡ്, ഓരോ സീസൺ ആയിരുന്നു അന്ന് കാലത്ത്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന വിവരമാണ്. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈസിലി ഡീവിയേറ്റ് ചെയ്യാവുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഈസിലി ഡീവിയേറ്റ് ചെയ്യാവുന്ന, കാരണം മൊത്തം കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഷോപ്സും ഹാലോവിൻ ഡെക്കറേറ്റഡ് ആണ്, ജനങ്ങളെല്ലാം ഹാലോവിൻ ഡെക്കറേറ്റ്. ചില ചോദ്യങ്ങൾ കാണാം, വൈ യു ആർ നോട്ട് സെലിബ്രേറ്റിംഗ് ഹാലോവിൻ? അപ്പൊ നമ്മളിത് ഷോക്ക് അടിച്ചു പോകും. കുട്ടികളും ചോദിക്കും, എന്തുകൊണ്ട് ഹാലോവിൻ പാടില്ല, എന്തുകൊണ്ട് നമുക്ക് ഹാലോവിൻ ചെയ്തുകൂടാ, കാൻഡി മേടിക്കുന്ന ദിവസമല്ലേ കാൻഡി? അതൊക്കെ എന്തെങ്കിലും ആയിട്ട് കുട്ടികളെ വേറെ സ്ഥലത്തേക്ക് ഡീവിയേറ്റ് ചെയ്യുക, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. അല്ലെങ്കിൽ പല പള്ളികളിലും ഈ ദിവസങ്ങളിൽ പല എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, നമുക്കറിയാവുന്ന പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ അതല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തന്നെ വീടുകളിൽ കൂടിയിട്ട് ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് അവിടുന്ന് മാറി നിൽക്കുക. അന്നത്തെ രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുന്നതും യാതൊരു കാരണവശാലും നമുക്ക് ഇതിനോട് ഒരു ചായ്വോ അല്ലെങ്കിൽ അതുമായിട്ട് ഏതൊരു നിരക്കും അതിനെ സഹകരിക്കുകയോ കാൻഡി വാങ്ങിച്ചു കൊടുക്കുകയോ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ $1 ഹലാലല്ലാത്ത ഹറാമായ ഒരു മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഡോളറിനെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറ്റും. അതിനുള്ള അവസരം ഒരുക്കരുത്. അത് ഈ സമയത്ത് ഞാൻ റിമൈൻഡ് ചെയ്യുന്നു. ഇൻഷാ അള്ളാഹ് സർവശക്തനായ റബ്ബ് അവന്റെ ദീനിനെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്വാലിഹായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കാഹാ അൻത ഖൈറു മൻ സക്കാഹാ أنت وليها مولاها. اللهم يا مقلب القلوب ثبت قلبي على دينك. اللهم يا مصرف القلوب صرف قلبي على دينك وطاعتك. لا إله إلا أنت سبحانك، لا إله إلا أنت سبحانك إنا كنا من الظالمين. لا إله إلا أنت شكرناك حق شكرك. لا إله إلا أنت عبدناك حق عبادتك. لا إله إلا أنت قدرناك حق قدرك. اللهم إنا أسألك رضاك والجنة ونعوذ بك من سخطك والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.